ഹലോ. എന്തായി? എന്താവാൻ, അടുക്കളയിലെ ജോലി കുറച്ചൊക്കെ ഒതുക്കി. പിന്നെ അമ്മൂമ്മ ഉള്ളത് കൊണ്ട് വലിയ സഹായമാണ്. അമ്മൂമ്മ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ അടുക്കളയിൽ ഒന്ന് ആക്റ്റീവാ. എന്നിട്ട് നമുക്ക് പൊളിക്കാം. എന്തായി, അവിടെ നിന്ന് വിളിച്ചാ? പപ്പ വിളിച്ചിരുന്നു. വന്നിട്ട് ഫ്ലാറ്റിൽ കയറാനൊക്കെയാ പറയുന്നത്. ഞാൻ നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വിളിച്ചില്ലേ? ചേട്ടൻ 3-4 വട്ടം വിളിച്ച് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വന്ന ഉടനെ കീ എടുത്ത് കുറഞ്ഞു വിടണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫ്ലാറ്റിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലേ? എല്ലാവർക്കും എന്തൊരു വാശി ഈഗോ ആടോ. നമ്മള് സ്നേഹത്തിനേക്കാളും വലുത് ഇവർക്ക് ഈ വാശി ഈഗോ ഒക്കെയാ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു ട്രിപ്പിനൊക്കെ പോകും. നമുക്ക് പോണം. നമുക്ക് പോണം? എവിടെ പോണമെന്ന്? എടോ, അധികം ദൂരത്തേക്കൊന്നും പോകുന്നും വേണ്ട. ഇവിടെ അടുത്ത് വല്ല മൂന്നാറോ ഒക്കെ 2-3 ദിവസത്തേക്ക് പോയിട്ട് വാ. ചേട്ടൻ്റെ അടുത്ത് ഒരു 5-6 ദിവസത്തേക്ക് ലീവ് എടുക്കാനും പറ. പിന്നെ നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് റിലാക്സ് ആവും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഓപ്പണപ്പ് ആവാൻ പറ്റും, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ പോയിട്ടൊക്കെ വാ. ഒറ്റയ്ക്കുണ്ട്, കൂട്ടിന് ഞാനും കൂടെ വരാം. കൂട്ടിന് ഞാനും കൂടെ വരണ്ട, അവര് പൊക്കോളൂട്ടാ. ഇപ്പൊ പറഞ്ഞ വിഷ്ണുവിന് സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ സമയം കണ്ടെത്തി പോയില്ലെങ്കിൽ പിന്നെ എപ്പോ പോവാനാ? വേണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം ഈ കാര്യം. ചേട്ടനും കൂടെ കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും. ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. പപ്പ വിളിക്കും. എടുക്ക്. ഹലോ. ഞാനുണ്ട് പപ്പാ. തീരുമാനത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പപ്പയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? പപ്പ ഇങ്ങോട്ട് വന്നോ, ഞാൻ റോഡിലോട്ട് വന്ന് കീ തന്നേക്കാം. ഞങ്ങളിപ്പോ തൽക്കാലം മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി. അപ്പൊ കീ കൊടുത്തുവിടാൻ തീരുമാനിച്ചല്ലേ? എങ്കിലേ എനിക്കിന് സമാധാനം കിട്ടും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ട്രിപ്പ് പോകണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യണേ. പോയി കളയാ, ഇവിടെ നിന്നാ ശരിയാവൂല. നീ നോക്കോ, നീ ഇവിടെ ഒന്നും ശരിയാവില്ല. പോ. ചേച്ചി ഇവിടെ നിന്നാ ശരിയാവൂല. ഇതിന് ഞാനിന്ന് ചേച്ചി ഞാനുണ്ടല്ലോ. അയ്യോ, കൊള്ളാം കൊച്ചേ. അമ്മായിയപ്പനെ കൈ വലിച്ചോടിച്ചിട്ട് ഇവിടെ വന്ന് ചപ്ലാൻ കടിച്ചോണ്ടിരിക്കണല്ലേ? കൊള്ളാം, ഭയങ്കര വേന കൈ. അയ്യോ, ഒട്ടും പറ്റുന്നില്ലേ? പറ്റില്ല. താരല്ല ബാലചടങ്ങ് മാറിക്കോളൂ. മാറിക്കോളൂ. ഇത് ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ കാമത്തിയാണെന്ന് തോന്നുന്നല്ലേ? ചുമ്മാ അല്ലേ ഇവര് പറയുന്നത്. എന്ത് പറയണ? ബാലച്ചന് ചെറിയ കാര്യം മതി, ഭയങ്കര ഷോ ആണ്. അല്ല, വലിയ വീട്ടിലെ ഹൈമാവതി അമ്മ ഉണ്ടല്ലോ, അവരെക്കാൾ വലിയ ഷോ ആർക്ക് കാണിക്കാൻ പറ്റും? എന്റെ ബാലച്ച, ഞാനും മമ്മി തമ്മിൽ ഇപ്പൊ അത്ര രസത്തിലൊന്നും അല്ല. എന്ന് പറഞ്ഞിട്ട് മമ്മി വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറി. ഞാൻ പറഞ്ഞേക്കാം. മമ്മിയെ പറയും. കേൾക്കാൻ താല്പര്യമില്ലെങ്കിലേ മമ്മിയെ താക്കൂലൊന്നല്ല ഫ്ലാറ്റിന്റെ അതൊരു സ്ഥലം വിട്ടോ, അവിടെ പോയി താമസിച്ചോ. പിന്നെയോ തൽക്കാലം ഇപ്പൊ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പപ്പ ഇപ്പൊ ഒരു കീ വാങ്ങാനായിട്ട്. പപ്പ വിളിച്ചു പറ വരണ്ടെന്ന്. ഇതിന് താക്കോലും കൊണ്ട് സ്ഥലം വിട്ടോ. എന്നിട്ട് മുടിയെടുത്തും പറ. അവനെ കൈവെള്ളം കൊണ്ട് കറങ്ങല്ലേ. പിന്നെ അവിടെ ആകുമ്പോൾ നമ്മളങ്ങോട്ട് വരണ്ടല്ലേ? അച്ഛാ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ബാലച്ചനോട് നോക്കോ. എങ്ങോട്ട്? ഫ്ലാറ്റിലോട്ടാ? നീ ഏറ്റിക്കരിക്ക്. ഈയുടെ ആള് കൊള്ളാല്ലേ? കൊറേ നാളടി ഞാൻ പറയണമെന്ന് വിചാരിക്കും. എന്താണ് കിടക്കണത്? നമുക്ക് ശരിയായില്ല കേട്ടാ. മോളെ, പപ്പയാ. ഒന്ന് പുറത്തു വരുമോ? ഒന്ന് സംസാരിക്കാനാ. വേണ്ട, കീ ഒന്നും കൊണ്ടുവരണ്ട. മോളൊന്ന് വാ, പപ്പയ്ക്കൊന്ന് സംസാരിക്കണം. പപ്പ ഇത്ര പെട്ടെന്ന് വന്നു? കീ ഒന്നും വേണ്ട മോളെ. മോൾ അവിടെ പോയി വിഷ്ണുവിന്റെ കൂടെ സുഖമായിട്ട് താമസിക്കും. മമ്മി ഇവരുമായിട്ട് കണക്ഷൻസ് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇവരവരെ വരരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. അതൊരു ഭയങ്കര ഇൻസൾട്ട് ആയി പോയി പപ്പ. അങ്ങനെ വിഷ്ണുവിന്റെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഫ്ലാറ്റിലോട്ട് മാറണ്ട. മോളെ ആലോചിച്ച് തീരുമാനം എടുക്ക്. മമ്മിയെ പണക്കരുത്. സോറി പപ്പ. എന്നാ താക്കോൽ പിടിക്കും. മമ്മിയോ? മമ്മി തന്നെ. നീ എന്താടി എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ ഇപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ ഭർത്താവിനെ കൂട്ടി പോയി ഫ്ലാറ്റിൽ താമസിക്കില്ലെന്നല്ലേ? മര്യാദക്ക് താമസിച്ചു. ഹൈമ ഒന്നും മിണ്ടാതിരിക്കും. എന്റെ മോളോട് ഞാൻ സംസാരിക്കാം. മോളെ നീ വിഷ്ണുവിനെയും കൂട്ടിയിട്ട് ആ ഫ്ലാറ്റിൽ പോയിട്ട് സുഖമായിട്ട് താമസിക്കുക. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഗോൾഡൻ ചാൻസ്, അത് കളയരുത്. ഈ വീട്ടുകാരെ നീ എന്തിനു നോക്കണം? നീ വിഷ്ണുവും കൂടി ആ ഫ്ലാറ്റിൽ പോയി സുഖമായിട്ട് ജീവിക്കുക. എൻജോയ് യുവർ സെൽഫ്. അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഇവിടെ ഇല്ല പപ്പ. മനസ്സിലായില്ല പപ്പ? ഈ കുടുംബത്തിൽ ഒരാൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതിവിടെ എല്ലാവരുടെയും സന്തോഷാ. അതുപോലെ സങ്കടം ഉണ്ടെങ്കിലും അതിവിടെ എല്ലാവരുടെയും സങ്കടാ. അതെങ്ങനെയാ ശരിയാവും മോളെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ? അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ ജീവിക്കേണ്ടത്? പപ്പ, ഇവിടെ അങ്ങനെ അല്ല. നമ്മുടെ കുടുംബത്തിന് അത്രയും പൈസ ഒന്നും ഇവർക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്.
നിർത്തടി. നീ കൂടുതൽ സംസാരിക്കരുത്. മര്യാദക്ക് ചെക്കനെ വിളിച്ചോണ്ട് പോയി ഫ്ലാറ്റിൽ പോയി താമസിച്ചോളാം. അതിപ്പോ വേണ്ട മമ്മി. ഞാൻ നിനക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചത് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് താമസിച്ച് സൂഹിക്കാൻ വേണ്ടിയല്ല. ഒറ്റൊന്നുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ബ്ലഡി. എന്താണ് ചാലക്കൽ കുടുംബക്കാരും വലിയ വീട്ടിലെ വലിയ എന്റെ വീടിന് മുമ്പ് കട ചുറ്റിത്തിരിയണം? ദേ, ഒരുപാട് ചുറ്റിക്കളിക്കല്ലേ. ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ കുടുംബത്തേക്ക് നുഴഞ്ഞു കയറണമെന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞാൽ എന്തോന്ന് തീവ്രവാദികളും ടെററിസ്റ്റുകളോ നമ്മള്? അല്ല ഞാൻ വന്നപ്പോ എന്താ പല്ലി അടിച്ചിട്ട് എന്താ പറഞ്ഞിട്ടല്ല ബ്ലഡി ബ്ലഡി ഇഡിയറ്റ് എന്നാ അതിന്റെ അർത്ഥം എന്താ? തെണ്ടി കൂട്ടങ്ങള് വിട്ടികള് അത്തരത്തിലും ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടാ. മേല ഇവിടെ ഒന്നും ഇങ്ങനത്തെ സംസാരിക്കുന്നത്. ആ കൊച്ചേ, നീ എന്ന് ഇവിടെ ഇരിക്കണത്? ഞാൻ പപ്പയും അമ്മയും വന്നപ്പോ കാണാന്ന് തിരിച്ചു വന്ന. നീ എന്റെ ആരാണ്? ഞാൻ അച്ഛന്റെ മരുമോള്. അച്ഛൻ. അപ്പൊ ഇതും അച്ഛൻ അല്ലേ? ഈ അച്ഛനോട് പറഞ്ഞ ബഹുമാന സ്നേഹവും നീ എനിക്ക് തരണുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയണേ കാര്യം വേണ്ടിയത്. ഞങ്ങള് പോയാലേ അവള് പോകൂ. ഞങ്ങൾ അവളെ കാണാൻ വന്നതാ. കാണാൻ പറഞ്ഞത് റോഡ് സൈഡിലല്ല, വീടിനകത്ത് കയറി വരണം. വലിയ വീടില്ലെങ്കിൽ വാടക കൊടുക്കണം. എനിക്കൊരു വീടുണ്ട്, അവിടെ ഒന്ന് സംസാരിക്കണം. വായി നോക്കിക്കൊണ്ടിരിക്കണം. പോ. അതെ, കുറച്ച് കുഞ്ഞു തന്നൊന്നും പറഞ്ഞ തലേ കയറി ചവിട്ടില്ലേ? ചവിട്ടാൻ ബാധ്യത തല കുറിച്ചാൽ തല ചവിട്ടും. താക്കോലിട്ടല്ല ഇപ്പം ഭാര്യ വിളിച്ചിട്ട് പോണം. ഒന്ന് നിന്നേ. എനിക്ക് എന്റെ മകളോട് സംസാരിക്കണം. സംസാരിച്ച് ഞാൻ ഇവിടുന്ന് പോകൂ. അല്ല ഹൈമ, ഹൈമ, അതെ ഹൈമവതി എക്സ്പ്രസ് പോയി പോണില്ലേ? കൂടെ പോണില്ലേ? യു നോ. ഹൈമ, ഹൈമ. ഇത് എന്റെ വീട്ടിലോട്ടാണല്ലേ?